കോളേജ് അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇനി PG വേണമെന്ന് നിർബന്ധമില്ല. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ടീച്ചിങ് മേഖലയോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മീഡിയം മുഴുവനായിട്ട് കാണണം. UGCയുടെ പുതിയ ചട്ടപ്രകാരം നിങ്ങൾക്ക് കോളേജിൽ അധ്യാപകരാവണമെന്നുണ്ടെങ്കിൽ PG നിർബന്ധമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് വരുന്നത്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതിയെ കുറിച്ച് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു കോളേജിൽ അധ്യാപകനാവണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി കഴിയണം. ഡിഗ്രി 3 വർഷമായിരുന്നു ഉണ്ടായിരുന്നത്, അതിപ്പോൾ 4 വർഷമാക്കിയിട്ടുണ്ട്. ഹോണേഴ്സ് കോഴ്സ് ആണുള്ളത്. സ്വാഭാവികമായിട്ടും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം PG കൂടി കഴിയണമായിരുന്നു. PG 2 വർഷമായിരുന്നു ഉണ്ടായിരുന്നത്. PG കഴിഞ്ഞതിന് ശേഷം നെറ്റ് കൂടി ക്വാളിഫൈ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കോളേജ് അധ്യാപകരാവാനുള്ള അടിസ്ഥാന യോഗ്യതയാവുകയുള്ളൂ എന്നുള്ളതായിരുന്നു. അതിൽ നിന്നും മാറിയിട്ട് പുതിയ UGCയുടെ ചട്ടപ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കോളേജ് അധ്യാപകരാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി തലത്തിൽ 75% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജ് അധ്യാപകരാവാനുള്ള യോഗ്യതയായി എന്നുള്ളതാണ്. യോഗ്യതയാവുള്ളൂ. നിങ്ങൾക്ക് ഉടൻ തന്നെ അധ്യാപകരാവാൻ പറ്റിക്കോളുന്നില്ല. കാരണം എൻ്റെ കോമ്പറ്റീഷൻ അനുസരിച്ച് PGക്കാരുണ്ടെങ്കിൽ അവർക്കുള്ള പരിഗണന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 75% മാർക്കോടുകൂടി നിങ്ങൾക്ക് നേരിട്ട് PhD ചേരാനുള്ള പുതിയ വ്യവസ്ഥ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നേരിട്ട് PhD ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കോളേജ് അധ്യാപകരാവാൻ അത് മതി എന്നുള്ളതാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് PhD ചെയ്യാനുള്ള അവസരം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഗ്രി തലം ഹോണേഴ്സ് ആവുന്നതോടുകൂടി തന്നെ ഡിഗ്രിയിൽ തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡിഗ്രി റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സായിട്ട് മാറുകയാണ്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഡയറക്ട്ലി PG പഠിക്കാതെ നിങ്ങൾക്ക് PhD ചേരാനുള്ള ഓപ്ഷൻ വരുന്നു. കൂടുതലായിട്ട് തൊഴിലധിഷ്ഠിത കോഴ്സായിട്ട് PG പഠനം മാറ്റേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 4 വർഷത്തെ ബിരുദം കഴിഞ്ഞാൽ നേരിട്ട് PhDക്ക് ചേരാനുള്ള വ്യവസ്ഥ കേരളത്തിൽ കഴിഞ്ഞ വർഷം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും PG യോഗ്യതയെ സംബന്ധിച്ചിടത്തോളം ഇനി PG എന്ത് ചെയ്യും, PG കോഴ്സുകൾ എന്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 75% മാർക്കോടുകൂടി നിങ്ങൾ ഡിഗ്രി ഹോണേഴ്സ് വിത്ത് ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നേരിട്ട് PhD ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രവേശന പരീക്ഷ നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് എക്സാമിനേഷൻ, സർവകലാശാല നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ഒഴിവായി കിട്ടും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നെറ്റ് എക്സാമിനേഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ഈ പറയുന്ന പോലെ PhDക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ സർവകലാശാല നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ആണ് എഴുതേണ്ടത്. അങ്ങനെയാണ് എന്ത് പറയുന്നത്, നെറ്റ് യോഗ്യതയെ സംബന്ധിച്ച് PhD നെറ്റിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് ഇപ്പോൾ പറഞ്ഞാൽ നെറ്റ് JRF PhD ഈ പറയുന്ന 3 യോഗ്യതയായിട്ട് മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നെറ്റ് കൂടി നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ് PhD പ്രവേശനത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണെന്നുള്ളതാണ്. ഈ പറയുന്ന പോലെയുള്ള ഒരുപാട് പോസിബിലിറ്റിയാണ് ഈ പറയുന്ന UGCയുടെ ചട്ടപ്രകാരം വരുന്നത്. അങ്ങനെ UGCയുടെ പുതിയ റെഗുലേഷൻസ് ഒരുപാട് തരത്തിലുള്ള ഡിസ്കഷൻസ് വരുന്നുണ്ട്. അതിൽ തന്നെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് നെറ്റ് ഇല്ലെങ്കിലും കോളേജ് അധ്യാപകരാവാൻ പറ്റുമോ എന്നുള്ള സ്വഭാവത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ UGC ചെയർമാൻ തന്നെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PG പഠനത്തിന്റെ സാധ്യത എങ്ങനെയാണ്, PG പഠനം ഏത് രീതിയിലാണ് ആവുന്നുള്ളതിനെ കുറിച്ച് ഇനിയും ക്ലാരിറ്റികൾ വരേണ്ടതുണ്ട്. അത് കുറച്ചുകൂടി തൊഴിലധിഷ്ഠിത സ്വഭാവത്തിലുള്ള കോഴ്സായി മാറാനുള്ള സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ഡിഗ്രി 4 വർഷം കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഒരാൾക്ക് PhDക്കുള്ള സാധ്യത കൂടുകയും അങ്ങനെ PhD കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് കോളേജിൽ അധ്യാപകരാവാനുള്ള എലിജിബിലിറ്റി ആവുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ അപ്ഡേറ്റ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഡിഗ്രി കോഴ്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ചും ചിന്തിച്ചും ചർച്ച ചെയ്തും വേണ്ടി മാത്രമേ ആ കോഴ്സിലേക്കൊക്കെ പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ട് PGയിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ട് എന്താണ് നിലവിൽ നമ്മുടെ സിസ്റ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയാന്നുള്ളതിനെ കുറിച്ച് അതിനു കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.